ചുറ്റും വീടിസൂടാറ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു നമ്മൾ? ഇന്നൊരു വിശേഷമുണ്ട്. ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോ പൊന്നു എന്നെ മുഖത്ത് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ കൊണ്ടുപോയി വാരി തേച്ച് എന്നെ കണ്ടോ, എന്തൊക്കെയോ വാരി തേച്ചിട്ട് എന്റെ മുഖത്തെ പാടൊക്കെ കളഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആക്കി കേട്ടോ. എന്തൊക്കെ എന്ന് പറയാൻ നോക്ക്, എന്തൊക്കെ ചെയ്തു. ആ ഒരു മിനിറ്റ് അപ്പൊ എന്നെ ഒന്ന് പറയട്ടെ, എന്നിട്ട് പാടാട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടു കാണും ചിലപ്പോ. ഈ താടി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തു ഞാന്. അപ്പൊ കൂട്ടുകാരെ, പൊന്നുവിന്റെ മുഖത്ത് അങ്ങനെയൊക്കെ സെറ്റ് ആക്കി എന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര കെയർ ചെയ്യുന്നു. എന്റെ മുഖത്ത് പാടുകളൊക്കെ മാറ്റുന്നു, ഭയങ്കര സെറ്റപ്പ് ഒക്കെ കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി അത് സംഭവം നോക്കിട്ട്. കുറച്ച് കഴിഞ്ഞ് പൊന്നു പറഞ്ഞു പൊന്നു വലിയ വീട്ടിൽ പോവാന്ന്. പതപ്പിച്ചില്ലാടാക്കി അത് പറയാതെ വീട്ടിൽ പോവാന്ന്. പൊന്നിന്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം പൊന്നു സ്കൈയും കൂടെ പോകുന്നേ, ഞാൻ പോണില്ല കേട്ടോ. അപ്പം അതിന്റെ ഒരു വിഷമാണ് സംഭവിക്കട്ടോ. തന്നെ ആദ്യമായിട്ടല്ലേ വന്ന് നീ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് തന്നെ പോണത്, സ്കൈനെ കൊണ്ട് പോണത്. സ്കൈ രാത്രി ഉറങ്ങുമോ എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉറങ്ങിയില്ല, നിന്നെ വിളിക്കാം, നീ വന്ന് കൂട്ടിയാ മതി. അപ്പൊ പൊന്നു സ്കൈ ഇന്ന് പോവാണ് കൂട്ടുകാർ. ഇന്ന് ഞാനിവിടെ അങ്ങനെ എലോണാണ്. അയ്യോ, എന്റെ മോനെ സങ്കടം ഇല്ലാണ്ട് സങ്കടമുണ്ട്. ഓ പിന്നെ ചെക്കനെ മനസ്സിൽ ഞാൻ പോയി കഴിയുമ്പോ കട്ടിലേലെ തലകുത്തി മറിയും അല്ലേ? അല്ലട്ടോ, അല്ല അങ്ങനെ പിന്നെ അപ്പുച്ചി പൊഞ്ഞു പോവാൻ, ടാറ്റ പോവാനോ സ്കൈ? കള്ളച്ചിരി. സ്കൈനെ കൊണ്ട് ബസ്സിനാട്ടോ ഞാൻ പോകുന്നത്. ഇച്ചക്ക് വർക്ക് ഉണ്ട്, ഇച്ചക്ക് വർക്ക് കഴിയാത്ത കാരണം ഇച്ചനെ കൂട്ടി കൊണ്ടുപോലും നടക്കില്ല കേട്ടോ, പോവാൻ പറ്റില്ല. അപ്പം സ്കൈനെ കൊണ്ട് ബസ്സിന് പോവാണ്. പള്ളിക്കൊന്നൊക്കെ പോകൂലേ? അതെ, അതായത് നമ്മുടെ പെരുന്നാളുണ്ട് കേട്ടോ, വലിയ പള്ളിയാണ് കേട്ടോ, നല്ല തീർത്ഥാടന കേന്ദ്രം. അപ്പൊ അവിടെ നിന്ന് പെരുന്നാളാണ്, അവിടേക്ക് പൊന്നു ഇന്ന് പോകും. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകും, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടുന്നും പോകും. അതാകുമ്പോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറെ കളിപ്പാട്ടം കിട്ടില്ല പൊന്നു. ഭയങ്കര സ്ട്രാറ്റജി ആയിട്ടുള്ളേ എന്റെ പൊന്നു. ഞാൻ നിന്നെ കാണാൻ എത്ര കാലമായി ഞാന്, അപ്പൊ രണ്ടിടത്തും കിട്ടൂലോ. പിന്നെന്തിനാ പോകുന്നേ പള്ളിക്കുന്നിന്? പൊന്നു കുഞ്ഞ, നീ കളിപ്പാട്ടം പോകുന്നു. നീ ഇവളങ്ങനെ കേട്ടോ, ഇവളെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടം വരുവാനൊക്കെ ഭയങ്കര ഇഷ്ടം അവർക്ക്. അല്ലേ? ശരിക്കും പറ അല്ലേ? അതെ കേട്ടോ, പിന്നെ ഭയങ്കര ഇഷ്ടം ബലൂണൊക്കെ. ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ബലൂണൊന്നും. പിന്നെ കുഞ്ഞിപ്പിള്ളേർ യൂസ് ചെയ്യുന്ന സാധനമല്ലേ ബലൂണൊക്കെ? അതേണ്ട, ഇവനിങ്ങനെയാണ്ടാ പറയുന്നത്, കുഞ്ഞിപ്പിള്ളേർ യൂസ് ചെയ്യുന്നത്. പിന്നെ വലുതായി പോയെന്നുള്ള തെറ്റല്ലേ? പൊന്നുവിനെ ഹൈഡ്രജൻ ബലൂണൊക്കെ പോലും കെട്ടിട്ട് പറക്ക് ഓടിയൊക്കെ. എനിക്ക് അത് മാറിയിട്ട് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് അത് മേടിച്ചല്ലേ, ഇപ്പൊ വേറെ എന്തെങ്കിലും മേടിക്കും, വേഗം മേടിക്കും, അത് മേടിക്കുന്നത്. എനിക്ക് വേണ്ടത് മേടിച്ചിരണ്ടേ. ബലൂണൊക്കെയാണ്, ഈ പി ഒക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയിട്ട് ഒരുങ്ങട്ടെ. പോയി നീ പോവാന്ന് പറഞ്ഞപ്പോ അതല്ല പെട്ടെന്ന് സങ്കടം കേറി ടൈമ്പക്കം പോയതാടി. സങ്കടം കേറുമ്പോ ഇങ്ങനെ ഏമ്പക്കം പോയില്ല, അതാട്ടോ. ഉച്ചക്ക് മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു. എനിക്ക് മുട്ടയൊക്കെ പൊരിച്ചു തരുന്നു. എന്തൊക്കെയാണ് എന്ന് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ കേട്ടോ. ഷേപ്പാക്കാറേ ഇല്ലല്ലോ അല്ലേ? മറ്റേ സ്ക്രബ് ചെയ്തിരുന്നു, ഒരു 5-6 വട്ടം ലെയറൊക്കെ ചെയ്തിട്ടോ മുഖം. സുന്ദരക്കുട്ടപ്പനൊക്കെ ആക്കി വീട്ടിലെത്തേക്കുക. പൂജിക്കരുത്തുന്ന പോലെ പൂജിക്കരുത്തിട്ട് പോവാ. എടാ പൊന്നു പോവാന്ന്, പൊന്നുവിന്റെ വീട്ടിലേ, പൊന്നുവിന്റെ അച്ഛനും അമ്മയ്ക്കുള്ള വീട്ടിലേ, അവിടേക്ക് പോവാന്ന്. നമുക്കും പോവാ. എന്റെ ചൊമ്പോഞ്ഞ് കുഞ്ഞു പിറ്റ വെച്ച് എന്താ എന്താ വേണ്ടാത്ത പോണ്ടാന്ന് കലിപ്പിടുവാട്ടോ. രണ്ടും വേണോ? ഒരു കാലം ഓർണം മറ്റേ കാലം ഓർമ്മ അതിട്ടോട്ടോ. എന്താ 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 ചെയ്യുന്നേ? അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അതിനെ കൊല്ലുന്ന കേട്ടോ, അടിച്ചു കൊല്ലുക. അന്റെ ദൈവമേ സ്കൈ,
അങ്ങനെ കൊല്ലരുത് പാവോ. എന്നാ ഒറ്റടി കൊല്ലാന്ന്. ഇവളെയും കൊണ്ട് ഞാൻ അവിടെ വരെ എങ്ങനെ എത്തുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. പൊന്നു സ്റ്റൈലായിട്ടോ പോന്നേ. പൊന്നു ജീൻസും ടോപ്പൊക്കെ ഇട്ട് സ്റ്റൈൽ മന്നനായിട്ടോ പോന്നേ. ഞാൻ ആദ്യമായിട്ടുള്ള ജീൻസും ടോപ്പ് ഇടുന്നത്. അത് എപ്പോ ഇടുന്ന ഒരു ടോപ്പ്. കുഞ്ഞു ചാച്ചാ. കുഞ്ഞു എവിടെ പോവാ? എവിടെ പോവാ? സ്കൈ സ്കൈ ചാടിക്കൂല ചാടിച്ചോട്ട് നോക്ക്. ഒരു കുഞ്ഞു വേട്ട അരച്ചു അതിനെ. അത് ചതഞ്ഞിരിക്കുന്നേ. എന്നാലും വെറുതെ വിടൂല. കണ്ടോ എന്റെ മോനെ. എന്റെ സ്റ്റൈല് നോക്ക്. ഒരു ചെറിയ ബാഗ് ഒരു വലിയ ബാഗ്. അവളുടെ തുണിയാടാ. അപ്പൊ വിട്ടുപോവാണ് നീ. അവൾക്ക് മുട്ടിന് ഉടുപ്പ് മാറ്റണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ബാഗിന് ഒരു കുമ്മിപ്പുണ്ട്. കുമ്മിപ്പോ അങ്ങനെ വീർത്തിരിക്കില്ലേ? അങ്ങനെ അതാണ് കേട്ടോ. അല്ല ഡുഡു മോത്തൊരു ചെറിയൊരു വിഷമം വന്നായിരുന്നു. അപ്പത്തേക്ക് പോയി. പോയിട്ട് വരാട്ടോ. വെക്കോ ടാറ്റ കൊടുക്ക് വെക്കൂന്. ആ പൊന്നു ആദ്യമായിട്ടോ മാറിയിരിക്കാൻ വേണ്ടി പോന്നേ ഒറ്റയ്ക്ക് അല്ലേ? വന്നിട്ട് 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോവാട്ടോ അങ്ങോട്ടേക്ക്. കേറ് കേറ്. കയ്യും കൂടെ ഉണ്ടായിട്ട് ഫസ്റ്റ് ടൈം കേട്ടോ. ദൈവമേ. ഹെൽമെറ്റ് ഇട്ടോ. പോവാം. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കൂട്ടുകാരെ. മമ്മി സംഘത്തിന് പോയി. ഇപ്പൊ കുഞ്ഞേച്ചിനോടൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ഇറങ്ങാനുണ്ടോ എന്താ ഞാൻ നാളെ പോയി. ഇപ്പൊ വൈകുന്നേരമായിട്ടോ. ഞാനിപ്പോ പോയിട്ട് രാവിലെ അങ്ങ് വരും കേട്ടോ. ഇതിനാണ് ഷോയെ മൊത്തമായിട്ട് ഇറക്കണത്. പെണ്ണുമ്പക്കറി കേട്ടോ. നമുക്ക് ഇങ്ങനെ എങ്ങോട്ട് പോകുന്നില്ലല്ലോ. അത് കാരണം പിന്നെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. എല്ലാവരും കാണാം. ടാറ്റ വീടേ. നാളെ കാണാം. പുറത്തുണ്ട് കേട്ടോ. പുറപ്പെടുത്തിടാൻ ഓർക്കണേ. മണ്ണപാട് എടുത്തിടണം. എന്താ പോലെ ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ചാടി നടക്കിങ്ങനെ ഉണ്ടല്ലോ. വേറെ ആൾക്കാർ കാണുമ്പോ ഇങ്ങനെ ഇരിക്കും. തല പൊക്കൂലേ. പമ്മിയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് മാത്രമാണ് ഈ വില്ലത്തത് എല്ലാം. ആനവണ്ടി. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. കേറിയിട്ടിരിക്കട്ടെ. ശിവചേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ. കൈ നോക്ക്. കൈക്ക് വെയിലായിട്ടോ. ഇനി അവിടെ ഈ സൈഡിലെ വെയിലെങ്കിൽ അങ്ങോട്ട് മാറുമ്പോ ഇതാവും. അപ്പൊ ആ സൈഡിലോ ആണ്. ഷട്ടർ കാത്തിടും. ചേട്ടാ ഇതിന്റെ നിഗമനം ഷട്ടർ താത്തിട്ടോളാം ഞാന്. എന്താ അറിയോ, നമ്മൾ കൂടുതൽ ഇങ്ങോട്ടല്ലേ പോകുന്നത്. ആ സൈഡിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് പടിഞ്ഞാറ് കൈ നോക്ക്. പോയിട്ട് നേരം വരും കുഞ്ഞു. ദൈവമേ മുഖം വെച്ചേക്ക് നോക്കിയേ. ദൈവം അമ്മയുടെ പോയിന് വിഷമിച്ചല്ലോടാ ഇങ്ങനെ. നമ്മൾ ആള് വരൂടാ. പോയിട്ട് വാട്ടോ. ഇതേ കണ്ണൊക്കെ നിറയുന്നു കുഞ്ഞെ. ചുമ്മാ ഇരി കുഞ്ഞു. പൊന്നിന്റെ അടുത്ത് ആക്കി ഇതിനെ. ടാറ്റാ ടാറ്റതാ. അപ്പൊ ഈ ടാറ്റതാ.
കുഞ്ഞു അവസാനം പറഞ്ഞിട്ട് അവൻ പൊന്നു കരയും. എന്നോട് കണ്ട ഒട്ടും നിൽക്കില്ല അവള്. അവൾക്ക് എപ്പോഴാ ഉണ്ടാ സ്കൈ ചിരിച്ചോണ്ടിരിക്കും. നിന്റെ കണ്ണിപ്പിടാണ് വെള്ളം വരുന്നത്. ചൂടെടുത്ത് തന്നെയാണോ? നല്ല ചൂടാട്ടോ, അതിന്റെ വേർക്കനാണോ തന്നെ? ആ അപ്പൊ കോമറ്റി പറഞ്ഞോ? എന്തായാലും എന്തൊക്കെയല്ലേ നടക്കുന്നേ? ഇവിടെ നിന്ന് ഒരു അമ്മച്ചിയെ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് ആരെങ്കിലും ബസ്സിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പൊന്നു അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്, അവിടെ പോയിട്ട് അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ നേർച്ച കൊടുത്തു കേട്ടോ. പൈസ അമ്മച്ചിയുടെ പേര് മേരി എന്നാ പേര്. അപ്പം നേരത്തെ അവിടെ കൊണ്ടു കൊടുക്കണം. പിന്നെ ഇറങ്ങട്ടെ, ബസ്സിലെ തിരക്കാമെന്ന്. എൻ്റെ കുഞ്ഞ ചാച്ചാ ആയി കുത്തി കയറി വന്നു. പോട്ടെട്ടോ, ഇറങ്ങട്ടെ. പോട്ടെ. പാണ്ടി ചെരുപ്പും നിക്കറും. കുഞ്ഞാ എൻ്റെ കോലം നോക്ക്. അതാ പറഞ്ഞ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ നിനക്കൊരു കൈലിമുണ്ടെങ്കിലും എടുത്തു. അയ്യോടാ പാവം. നോക്കുന്നുണ്ട്. അങ്ങനെ പൊന്നു സ്കൈ വേബിയും പോയട്ടോ. അവർ ബസ്സിൽ കയറിപ്പോയി. ഇപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ടാവും അവിടെ. ഞാനിവിടെ വീട്ടിലെത്തി. ഒരു 10-15 മിനിറ്റ് എത്തുമായിരിക്കും അവിടെ. സ്കൈക്കാണ് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പോകാൻ നേരത്ത്. കെട്ടിപ്പിടിച്ചാണ് വീടുന്നുണ്ടായിരുന്നില്ല പാവം. ആദ്യമായിട്ട് ഇങ്ങനെ പിരിഞ്ഞേക്കുന്നതുകൊണ്ടേ സ്കൈക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. എല്ലാവർക്കും വിഷമമുണ്ട്, എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സമയം നാട്ടെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. സാധാരണ പൊന്നു സംഭവിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഇരിക്കാറുള്ളതായിരുന്നു. ചായ കൊണ്ടുവന്ന് ചായയും കടിയും കൊണ്ടുവന്നിരുന്നായിരുന്നു. പക്ഷെ പൊന്നു ഇല്ലാട്ടെ. ഇപ്പം പൊന്നപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അവർ ബിരിയാണി കഴിച്ചു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്, ഫുഡൊക്കെ കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായാലും. അപ്പം ഞാൻ എന്താ ഇവിടെ പതുപോലെ നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇടയിൽ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്താ വെച്ചാലേ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ്ട് ഈവനിങ്ങിൽ ചായയും നമ്മുടെ ചിപ്സ് ആയിരുന്നു. ചിപ്സ് മൊത്തം തിന്ന് നിർത്തും കേട്ടോ. പൊന്നുണ്ടായിരുന്ന പൊന്നുവിൻ്റെ ക്ലാസ് കൊണ്ടുകൂടി ഇരിക്കുന്നതിന്. അപ്പോൾ കൂട്ടുകാരെ വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ചു കേട്ടോ. ചോറും കൊണ്ടിട്ട് ഇറങ്ങിയതാ. ഞാൻ വിചാരിച്ച് പോയി കിടന്ന് ഉറങ്ങാമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ കിടക്കാൻ വരുന്നില്ല. ഇതെന്താ ചുമ്മാ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റുഡിയോയിൽ കുറച്ചുകൂടെ പണി തീർക്കാനുണ്ട്. ആ സൈഡിലെ ഭിത്തി കൊണ്ടൊന്നും തേക്കാനുണ്ട്. അപ്പോൾ അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ പൊന്നു വരുമ്പോഴേക്കും പൊന്നുവിൻ്റെ സർപ്രൈസും ആവും. മനസ്സിലായോ? അപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോവേ. ഞാൻ പൂട്ടി പോയതായിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ ഒന്നുകൂടെ തുറക്കണം. അതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്കി നമ്മുടെ കളിമണ്ണും കാര്യങ്ങളൊക്കെ മിക്സാക്കി വെച്ചേക്കുന്നത്, സിമെൻറ്റുമായിട്ട് മിക്സാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നേരെ നമ്മൾ ഗ്ലൗസ് ഇടുന്നു, തേക്കുന്നു. അപ്പോൾ അതാ ഈ ഭിത്തി ഒന്നുകൂടെ തേക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഇവിടെ ഈ വയറിങ് ചെയ്തതിന് ഇവിടെയൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് തീരും, മിക്സ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളും തീരും. അതുപോലെ തന്നെ പൊന്നു രാവിലെ വരുമ്പോൾ പൊന്നിന് സർപ്രൈസും ആകാം. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഈ സാധനങ്ങളെല്ലാം മാറ്റണം കേട്ടോ. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഈ സൈഡിലേക്കെല്ലാം മാറ്റി വെക്കണം. എന്നിട്ട് വേണം അവിടെ മൊത്തം നമുക്ക് തേക്കാൻ കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ മോണിറ്ററൊക്കെ എടുത്ത് മാറ്റി ടേബിളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടക്കാനുള്ള സ്പേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് മൊത്തം തേക്കാവേ. അവിടെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഈ ഏരിയ മൊത്തം കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് അടി തുടങ്ങാം. അതാ ഈ കുഞ്ഞി ബക്കറ്റിനകത്തേക്ക് കണ്ടോ, ഇതിനകത്തേക്ക് നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കളിമണ്ണ് നമ്മുടെ ഗ്ലൗസിനകത്ത് നല്ലോണം മുക്കിയിട്ട് പണി കൊടുക്കാൻ വേണ്ടി പോവാം. ഇങ്ങനെ മുക്കി കണ്ടോ. ഇവിടെ തുടങ്ങാം കേട്ടോ. ഇവിടെ കുറച്ച് തേച്ചിനി വരണം കേട്ടോ. ഒരു ലെയറായിട്ട് എടുത്ത് കൊത്തുക. കണ്ടോ, അത് നല്ല കട്ടി തേച്ച് വരണം. 2 കൈ യൂസ് ചെയ്യണം കേട്ടോ. 2 കൈ യൂസ് ചെയ്താണ് തേക്കാൻ പറ്റുള്ളൂ. 1 കിലോ ബക്കറ്റ് പിടിക്കണം, 1 ഗ്ലൗസും. അപ്പോൾ ഫോൺ അവിടെ വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 2 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. ഇനിയിപ്പോൾ പോയിട്ട് കുളിച്ചിട്ട് നേരെ ഒറ്റ ഉറക്കാം കേട്ടോ. ഇത്ര ഏരി ഫുള്ള് കവറായി. അടിപൊളിയായില്ലേ? ഇനിയിപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ 2 സൈഡും ഒരേ കളറാവും കേട്ടോ. അടിപൊളിയാവും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആവുമ്പോഴേക്കും സെറ്റായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ പുന്നൂരെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വിളിച്ചായിരുന്നു. പിന്നെ ഉറങ്ങി
കൈയാണേൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊതുകുത്തിരിക്കുക, മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പൊന്നു. അപ്പം ഞാൻ കുടിച്ചിട്ട് ഇനി കടക്കാൻ വേണ്ടി പോകും കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ എന്ത് വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. പക്ഷോ നമുക്ക് പൊന്നുമണി പറയാം, പൊന്നുമില്ലല്ലോ. ഓക്കെ പൊന്മണി, ഓക്കെ പൊന്മണി, അങ്ങനല്ലേ പൊന്നു പറയുന്നത്. ഓക്കെ പൊന്മണി.